ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ടൈം വിത്ത് പാർട്ട്ണർ. നമ്മുടെ സ്വന്തം ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? മക്കളായപ്പോൾ നമ്മൾ അവരെ മറന്നോ? ആ ഒരു കാര്യം മറക്കാതിരിക്കുക. നമ്മുടെ സ്വന്തം പാർട്ട്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ സ്നേഹത്തോടെ ഒരു നോട്ടം അവരുടെ കണ്ണിലേക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു ടച്ച്. നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്നെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന്. പെണ്ണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങൾ ആണുങ്ങളെ പിടിച്ചാലും സ്നേഹത്തോടെ ഒന്ന് ഹഗ് ചെയ്താലും അവർ ഹാപ്പി ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളും ഹാപ്പി ആയിരിക്കും. നമുക്ക് അവർക്കൊരു സ്വീറ്റായിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാം. നമ്മൾ തന്നെയാണ് നമ്മുടെ ആ ഒരു ലൈഫ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. ഇന്ന് നിങ്ങൾ എത്ര പിണങ്ങിയിട്ടാണെങ്കിലും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ എപ്പോഴാണെങ്കിലും ആ ഒരു പിണക്കം തീർത്തിട്ട് വേണം ഇന്ന് രാത്രി ഉറങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും. എന്നിരുന്നാൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഭർത്താവിനെ, സ്വന്തം ഭർത്താവിനെ കേട്ടോ, വല്ലവരുടെയും അല്ല, സ്വന്തം ഭർത്താവിനെ നമുക്ക് ചേർത്ത് പിടിക്കാം. സ്നേഹത്തോടെ നമുക്ക് നോക്കാം, സ്നേഹത്തോടെ ഒന്ന് തലോടാം, സ്നേഹത്തോടെ ഒന്ന് ഊട്ടാം. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവരുമായിട്ട് പങ്കുവയ്ക്കാം, സംസാരിക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഇനി അങ്ങോട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കാം, ചേർത്ത് പിടിക്കാം. എവിടെയും പോവില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും, കിച്ചണിലായിക്കോട്ടെ, അലക്കാനായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒന്ന് കൂടെ വന്ന് നിൽക്കുമെന്ന് പറയാം. കൂടെ വന്ന് നിന്നാൽ ഒരുപാട് സംസാരിക്കാം. നമ്മുടെ കുഞ്ഞുനാളിലെ കഥകൾ, നമ്മൾ വഴക്കിട്ടത്, പിണങ്ങിയത് എല്ലാം നമുക്ക് നമ്മുടെ ഭർത്താവുമായിട്ട്, നമ്മുടെ ഭാര്യയുമായിട്ട് നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം. അവരെന്താണ് ആഗ്രഹിക്കുന്നത്, ആ സ്നേഹത്തിലായിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് പരിശ്രമിക്കാം. ഭാര്യമാരും ഭർത്താക്കന്മാരും ഉള്ളവർക്കാണ് ഞാനിത് പറയുന്നത്. ഇല്ലാത്തവർ അതിൻ്റെ പുറകെ പോവണ്ട, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരിക്കും. പുരുഷന്മാരാണെങ്കിൽ അതെ, സ്വന്തം ഭാര്യയുടെ സ്നേഹം കിട്ടാൻ കൊതിക്കുന്നവരുണ്ട്. വേറെ എവിടെയും പോവണ്ട.